അവിടുന്ന് അയച്ച ഒരു സമാധാനപ്രേമികളായ ഒരു പറ്റം തീവ്രവാദികൾ അവരയച്ച മിസൈൽ വീണ് ഒരു പെറ്റി ബൂർഷോ മരിച്ചുപോയി. ഇതാണ് അവരുടെ ഒരു കാഴ്ചപ്പാട്. കേരളീയർ ഒരുപാട് പേര് ഇസ്രായേലിൽ ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. നമ്മുടെ ആളുകളാരും ഹമാസ് ജോലി കൊടുത്തായിട്ട് എനിക്കറിഞ്ഞൂടാ. ഇവിടെ സിറിയയിൽ ആടുമേക്കാൻ പോയ ആളുകൾക്കപ്പുറം എന്തെങ്കിലും ഒരു ഗുണം ഹമാസിനെ കൊണ്ടോ ISIയെ കൊണ്ടോ ദോഷമല്ലാതെ ഇന്ത്യക്ക് ഉണ്ടായിട്ടില്ല. ഇന്ത്യ കണ്ട ഏറ്റവും തന്ത്രശാലിയായ ഭരണകർത്താവാണ് നരേന്ദ്രമോദി. ഇനി ആരെന്തെല്ലാം പറഞ്ഞാലും ശരി. നമസ്കാരം. ഇൻ്റർവ്യൂവിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. അതിഥിയായി ചേരുന്നു ശ്രീ കോന്നി ഗോപകുമാർ. വെൽക്കം സർ, വെൽക്കം ടു ഇൻ്റർവ്യൂ. നമസ്കാരം സർ. ഇസ്രായേൽ ഇറാൻ വാർ അത് ഇപ്പോഴത്തെ ഒരു പുതിയ തലങ്ങളിലേക്ക് ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ലോകത്ത് വേറെ ഏതോ കോണിൽ നടക്കുന്നൊരു യുദ്ധമാണ്, പക്ഷേ അത് നമ്മളെ ബാധിക്കില്ല എന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. ഇന്ത്യൻ പ്രോസ്പെക്റ്റിൽ ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഇന്ത്യക്കാരനെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധം നമ്മളെ എങ്ങനെയൊക്കെ ദോഷകരമായി ബാധിക്കും? താങ്കളുടെ പക്ഷം. പശ്ചിമേഷ്യയിലെ ഈ യുദ്ധം ദോഷകരമായിട്ടും ഗുണകരമായിട്ടും ഇന്ത്യയെ ബാധിച്ചുകൂടാ എന്നില്ല. ഗുണകരമായിട്ടും ബാധിക്കും. യുദ്ധം എപ്പോഴും ദോഷം, എല്ലാവർക്കും ദോഷം ചെയ്യത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് യുദ്ധത്തിന് മെറിറ്റുമുണ്ട്, ഡീമെറിറ്റുമുണ്ട്. എന്നാലും പശ്ചിമേഷ്യയിൽ നടക്കുന്ന ഈ സംഘർഷം അതിൻ്റെ പുതിയ ഡയമെൻഷനിലേക്ക് എത്തിയിരിക്കുക. അതിൻ്റെ കാരണം കഴിഞ്ഞ ദിവസം ബെഞ്ചമിൻ നെതന്യാഹു ഒരു ഇറാനിലെ ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഒരു സംപ്രേഷണം ചെയ്തൊരു പ്രസംഗം നടത്തി. അദ്ദേഹം പറഞ്ഞു, ഇറാനിലെ ജനങ്ങൾ ഉണരണം. നിങ്ങളുടെ പ്രാകൃതന്മാരായ ഭരണാധികാരികൾ യുദ്ധത്തിന് പണം ചെലവഴിക്കുകയാണ്. നിങ്ങൾ പട്ടിണിയിൽ കിടക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കേണ്ട പണം, അവിടുത്തെ മറ്റ് ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടി ചെലവഴിക്കേണ്ട പണം, അങ്ങനെ ഇറാനെ വളർത്തിയെടുക്കേണ്ട പണം മുഴുവൻ ഈ വിട്ടികൾ ആയുധത്തിന് വേണ്ടി ഉപയോഗിക്കുകയാണ്. എനിക്ക് ഇറാനിലെ ജനങ്ങളോട് ഒരു അഭിപ്രായ വ്യത്യാസവുമില്ല. യഹൂദന്മാരുടെ സംസ്കാരവും ഇറാൻ്റെ സംസ്കാരവും, അത് ജ്യൂസിൻ്റെ ആയാലും ശരി പേർഷ്യൻസിൻ്റെ ആയാലും ശരി, സംസ്കാരം വലിയ പാരമ്പര്യമുള്ള സംസ്കാരങ്ങളാണ്. നമ്മൾ തമ്മിൽ യുദ്ധം ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ അവർ ഞങ്ങളുടെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുന്നുണ്ട്. ഈ പ്രാകൃതന്മാരെ അധികാരത്തിൽ നിന്ന് മാറ്റുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് എന്നാണ് പറയുന്നത്. അത് ഇസ്രായേലിൻ്റെ യുദ്ധത്തിലെ വളരെ വ്യത്യസ്തമായ ഒരു തന്ത്രമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഈജിപ്തുമായിട്ട് യുദ്ധം നടന്നു, ജോർദാനുമായിട്ട് യുദ്ധം ചെയ്തു, സിറിയയുമായിട്ടും പാലസ്തീനുമായിട്ട് യുദ്ധം ചെയ്യുന്നു. അവിടുത്തെ ജനങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ നെതന്യാഹു പോയിട്ടില്ല. മറിച്ച് കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് എന്ന് പറഞ്ഞ് ഫൈറ്റ് ചെയ്യുമായിരുന്നു. ഇവിടെ ഇസ്രായേലിൻ്റെ ഒരു താല്പര്യം എന്താ വെച്ചാൽ, ഇസ്രായേലുമായിട്ട് ലാൻഡ് ബോർഡർ ഇറാൻ ഇല്ലല്ലോ. അപ്പോൾ ഇസ്രായേൽ ഒരിക്കൽ പോലും എവിടെയെങ്കിലും പോയി ആരെ ആക്രമിക്കുന്നതിനൊന്നും അവർക്ക് താല്പര്യമില്ല. അവർക്ക് ഡിഫൻസ് മാത്രമേ ഉള്ളൂ, പ്രതിരോധം മാത്രമേ ഉള്ളൂ അവരുടെ ലക്ഷ്യം. അവരെ ചൊറിയാൻ ചെന്നാൽ, അവരെ ഉപദ്രവിക്കാൻ ചെന്നാൽ പിന്നെ അവർ മുൻപിൻ നോക്കത്തില്ല. ഐക്യരാഷ്ട്ര സംഘടന നിന്നാലും ശരി, നിന്നില്ലെങ്കിലും ശരി, അവർക്കെതിരായിട്ട് വരുന്ന ശക്തികളെ അവർ ഉന്മൂലനം ചെയ്യും. അതാണ് അവരുടെ സ്റ്റൈല്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇറാൻ ജനങ്ങളെ അദ്ദേഹം അഭിസംബോധന ചെയ്തത് ഇറാനിലൊരു പുതിയ കലാപത്തിന് വഴിതെളിക്കാനുള്ള സാധ്യതയെല്ലാം ഉണ്ട്. അതായത് ഒരു ആഭ്യന്തര കലാപം, അതാണോ ഉദ്ദേശിക്കുന്നത്? അതെ. ഈ ആയത്തുള്ള ഖൊമൈനി വരുന്നതിന് മുമ്പ് ഇറാനിൽ ഭരിച്ചുകൊണ്ടിരുന്ന പഹ്ലവി ഷായാണ്. ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ രാജ്യങ്ങളിലൊന്നായിരുന്നു ഇറാൻ. അപ്പോൾ ഇറാനിൽ സംഭവിച്ചത്, പഹ്ലവി ഷായും അമേരിക്കൻ നേതാക്കന്മാരുമായിട്ട് നല്ല ബന്ധമായിരുന്നു. അദ്ദേഹം ജെറാൾഡ് ഫോർഡുമായിട്ട് ഇദ്ദേഹത്തിന് നല്ല വ്യക്തിപരമായ ബന്ധമുണ്ട്. ജെറാൾഡ് ഫോർഡും ജിമ്മി കാർട്ടറും തമ്മിൽ നേരിട്ടൊരു മത്സരം വന്നപ്പോഴേ ഷായെ ഫോർഡിനെ സപ്പോർട്ട് ചെയ്തു. അത് ജിമ്മി കാർട്ടറെ പ്രകോപിപ്പിച്ചൊരു കാര്യമാണ്. അന്ന് ജിമ്മി കാർട്ടർ പ്രതിജ്ഞ ചെയ്തു, അദ്ദേഹം അധികാരത്തിൽ വന്നാൽ ഷായെ പുറത്താക്കും. എന്നിട്ട് എന്താ ചെയ്തതെന്ന് ചോദിച്ചാൽ, ജിമ്മി കാർട്ടർ അധികാരത്തിൽ വന്നതിന് ശേഷം ഷായ്ക്കെതിരെ ഏറ്റവും അധികം ആഞ്ഞടിക്കാൻ തുടങ്ങിയത് BBC ആണ്. BBC എല്ലാ ദിവസവും 15 മിനിറ്റ് പേർഷ്യൻ ഭാഷയിൽ വാർത്തകൾ സംപ്രേഷണം ചെയ്യാൻ തുടങ്ങി. എന്നിട്ട് 64 അവിടെ നിന്ന് വിട്ടുപോയ ഖൊമൈനിയെ കൊണ്ടുവന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു വിപ്ലവ നേതാവാക്കി, ഒരു ആത്മീയ നേതാവാക്കി, ദൈവത്തിൻ്റെ പ്രതിപുരുഷനാക്കി പിന്നെ ഇങ്ങനെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഷായുടെ കൊച്ചു കൊച്ചു തെറ്റുകൾ പോലും ഇവർ പെരുപ്പിച്ച് കാണിക്കുകയാണ്. അന്ന് ഇറാനിലെ തെരുവുകൾ റോഡിലൂടെ പോകാമെങ്കിൽ റോഡിൻ്റെ ഡിവൈഡറിൻ്റെ സൈഡിലൊക്കെ ആപ്പിളും അതുപോലെ തന്നെ മറ്റ് ഫലവൃക്ഷങ്ങളൊക്കെ പൂത്തൊലഞ്ഞ് കിടക്കുകയാണ്. സ്ത്രീകൾ മിനിസ്കർട്ടൊക്കെ ഇട്ടാണ് പോകുന്നത്. വലിയ സുന്ദരന്മാരും സുന്ദരിമാരുമാണ് ഇറാൻ ജനത. പേർഷ്യൻ പാരമ്പര്യമില്ലേ അവർക്കുള്ളത്. അവരെല്ലാ രംഗത്തും മുന്നോട്ട് വന്നു. അമേരിക്കയെ പോലും വെല്ലുവിളിക്കുന്ന തരത്തിൽ ഒരു സാമ്പത്തിക ശക്തിയായി ഇറാൻ മാറുകയാണ്. ഒരുപാട് വിദേശ രാജ്യത്തെ കമ്പനികൾ അവിടെ ചെല്ലുന്നു. പക്ഷേ ഖൊമൈനിയെ കൊണ്ടുവന്ന് അവിടെ ഇരുത്തി. അതിന് ഇറാനിലെ ഷായ്ക്കെതിരെ വിപ്ലവം നടത്താൻ അവർ പ്രചരിപ്പിച്ചു. വലിയ പ്രചരണം കൊടുത്ത് ഷായ്ക്കെതിരെ ഒരുപാട് കള്ളം പ്രചരിപ്പിച്ചാണ് അവസാനം ഷായെ അധികാരപ്രശ്നമാക്കി ഈ ഖൊമൈനിയെ കൊണ്ടുവന്നത്. ഖൊമൈനിയെ കൊണ്ടുവന്നപ്പോൾ ആദ്യം അദ്ദേഹം ചെയ്തത് ഇസ്ലാമിക് ലോ അവിടെ ഉണ്ടായി.
ഇപ്പം ഇറാൻകാർ അനുഭവിക്കുന്ന കാര്യം എന്താണ്? തട്ടമിടാതെ ഇറങ്ങാൻ പറ്റില്ല, തലമുടി പുറത്ത് കാണിച്ചാൽ സ്ത്രീകളെ ഉപദ്രവിക്കുക, കൊല്ലുക, വളരെ പ്രാകൃതമായൊരു സ്ഥിതിയിലേക്ക് ഇറാൻ പോയി. ഇവരുടെ ഈ ഖൊമൈനിയുടെയൊക്കെ ഒരു വിഡ്ഢിത്തം ഇവർ ധരിച്ചു വച്ചിരിക്കുന്നത് ഒരു ഇസ്ലാമിക് ലോകമുണ്ടാക്കാൻ, അത് ഇവർ ഷിയ മുസ്ലിംസ് ആണല്ലോ, അപ്പോൾ ഷിയ മുസ്ലിങ്ങളുടെ നേതൃത്വത്തിൽ ഒരു ഇസ്ലാമിക ലോകമുണ്ടാക്കാം എന്ന് കരുതുന്ന പമ്പര വിഡ്ഢികളാണ് അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർ വിചാരിച്ചിരിക്കുന്നത് ലോകം മുഴുവൻ കീഴടക്കാം എന്നാണ്. പണ്ട് ഈ ടർക്കിയിലും ആ സാമ്രാജ്യം തകർന്നതിന് ശേഷം, കാലിഫേറ്റ് തകർന്നതിന് ശേഷം ലോകത്തൊരു പാൻ ഇസ്ലാമിക് മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് ഇസ്ലാം ലോകത്തെ കാണുന്നത്. യാതൊരു ബോധവുമില്ലാത്ത ആളുകളാണ് ഇവിടെ ഭരിക്കുന്നത്. ജനങ്ങൾ വളരെ അഡ്വാൻസ്ഡ് ആയതുകൊണ്ടാണ് സ്ത്രീകളിപ്പം കലാപത്തിന് ഇറങ്ങിയിരിക്കുകയാണ്. അതിനർത്ഥം അധികം താമസിയാതെ ഖൊമൈനിയുടെ ഭരണം, മതഭരണം അവസാനിപ്പിച്ച് ഇറാനിലെ ഒരു കലാപത്തിന് എല്ലാ സഹായവും മൊസാദും നൽകും, അതുപോലെ തന്നെ CIA നൽകും. അത് ഇറാനിയൻ ഭരണകൂടത്തിൻ്റെ, അതായത് മതഭരണകൂടത്തിൻ്റെ അന്ത്യത്തിലേക്ക് കാര്യങ്ങളെത്തും. മനസ്സിലായി സാർ. അതായത് ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരുന്നത് ഹിസ്ബുള്ളയെ തുരത്താൻ വേണ്ടിയിട്ട് ലെബനനിലേക്ക് കരയുദ്ധത്തിലേക്ക് ഇസ്രായേൽ കടക്കുന്ന ആ ഒരു ഘട്ടത്തിലാണ് ജോർദാൻ്റെ തലയ്ക്ക് മുകളിലൂടെ 100 കണക്കിന് അല്ലെങ്കിൽ 200 കണക്കിന് മിസൈലുകൾ ഇറാനിൽ നിന്ന് വരുന്നത്. ഇതോടുകൂടിയാണ് ഇറാനും ഇസ്രായേലും തമ്മിൽ ഒരു ഓപ്പൺ ഫൈറ്റ് വരികയും താങ്കൾ ഈ പറഞ്ഞതുപോലെ നെതന്യാഹു ഒരു ജനങ്ങളോട് നേരിട്ട് സംവദിക്കുന്ന ഈ ഒരു മെസ്സേജ് കൊടുക്കുകയും ചെയ്തത്. താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ അതിനകത്ത് ഇറാനകത്തൊരു ആഭ്യന്തര യുദ്ധമാണ് ഇവർ ലക്ഷ്യമിടുന്നതെങ്കിൽ ഈ വൈകിയ വേളയിൽ, അതായത് ഈ ലെബനൻ അധിനിവേശത്തിലൂടെ അല്ലെങ്കിൽ ലെബനനിൽ കടന്ന് ഹിസ്ബുള്ളയ്ക്കെതിരായ ഒരു ഫൈറ്റ് അവിടെ നടക്കുന്നു, തെക്ക് ഇങ്ങ് നോക്കുകയാണെങ്കിൽ ഹമാസുമായിട്ടുള്ള ഫൈറ്റ് തുടർന്നുകൊണ്ടിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഈ നമ്മുടെ പ്രശ്നം ഒന്ന് പരിഹരിക്കുന്നതിന് മുന്നേ കണ്ടവൻ്റെ നാട്ടിൽ പോയി അവിടെ അടിയുണ്ടാക്കുക എന്ന് പറയുന്നത് ഈ സാഹചര്യത്തിൽ എത്രത്തോളം പോസിബിളാണ്? അല്ല, അത് ഇസ്രായേലിൻ്റെ ഒരു സ്ട്രാറ്റജിയാണ്. മൊസാദിൻ്റെ എപ്പോഴും ഒരു സ്ട്രാറ്റജി, അവരുടെ പ്രതിയോഗികളുടെ ഇടയിൽ തന്നെ അവർ ആളുകളെ സൃഷ്ടിക്കും. ഇപ്പം ഹൂത്തികളുടെ ഇടയിലായാലും ശരി, ഹമാസിൻ്റെ ഇടയിലായാലും ശരി, ISIയുടെ ഇടയിലായാലും ശരി, കൃത്യമായിട്ട് അവർ ആളുകളെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഉദാഹരണത്തിന് അവരുടെ ഒരു വാർഫെയറുടെ ഒന്ന് നമ്മൾ പരിശോധിച്ച് നോക്കണം. നസ്രുള്ള മരിച്ചത് തൊട്ടടുത്ത് നിൽക്കുന്ന ആൾ പോലും പ്രതീക്ഷിക്കാത്ത തരത്തിലാണ്. എങ്ങനെയാണ് മരിച്ചതെന്ന് കൃത്യമായിട്ട് ഇപ്പോഴും ലോകം അറിഞ്ഞിട്ടില്ല. മരിച്ചുപോയെന്നറിയാം, വേറെ കാര്യം എന്ന് പറഞ്ഞിട്ട് പേജർ പൊട്ടിത്തെറിച്ച് 500,000 പേര് മരിക്കുക. നമ്മൾ കേട്ടിട്ടുണ്ട് ഇങ്ങനെ ഒരു വാർഫെയർ, പേജർ പൊട്ടിത്തെറിച്ച ആളുകൾ മരിക്കുന്നു. അപ്പോൾ ഇസ്രായേലിൻ്റെ തന്ത്രത്തെക്കുറിച്ച് നമുക്ക് സ്വപ്നം കാണാൻ കഴിയുന്നതിനേക്കാൾ വളരെ വലുതാണ്. ഇറാൻ്റെ ഭരണാധികാരിയെ ഹെലികോപ്റ്ററിൽ പോയപ്പോഴേ എങ്ങനെയാണ് മരിച്ചതെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. അവിടുത്തെ ആണവശാസ്ത്രജ്ഞൻ കാറിൽ സഞ്ചരിച്ചപ്പോൾ എങ്ങനെയാണ് മരിച്ചതെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. അപ്പോൾ ഇപ്പോഴേ ഇറാൻ്റെ ഖൊമൈനി അവിടെ ജീവിച്ചിരിക്കണോ വേണ്ട തീരുമാനിക്കുന്ന ഖൊമൈനിയല്ല, നെതന്യാഹുവാണ്. മനസ്സിലായി. അപ്പോൾ ഈ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ അപ്പം എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഇപ്പോൾ ഇറാൻ ഇത് ചെയ്തേ പറ്റുള്ളൂ. എന്താ കാര്യം എന്ന് ചോദിച്ചാൽ, ഹൂത്തികളെയും അതുപോലെ തന്നെ ഹമാസിനെയും ഒക്കെ സ്പോൺസർ ചെയ്യുന്നത് ഇവരാണ്, ഷിയ മുസ്ലിംസാണ്. പക്ഷേ ഇറാൻ വളരെ ശക്തമായ എതിരാണ് സൗദി അറേബ്യ. അവർ സുന്നി രാജ്യമാണ്. അപ്പോൾ ഒരിക്കലും സുന്നികളും ഷിയകളും ചേർന്ന് വരുന്ന പ്രശ്നമില്ല. യഹൂദരും മുസ്ലിങ്ങളുമായിട്ട് ചേർന്നാലും, അല്ലെങ്കിൽ യഹൂദരും ഷിയയുമായിട്ട് ചേർന്നാലും സുന്നിയായിട്ട് ചേർന്ന് ഇവർക്ക് സുന്നി ഷിയ യോജിച്ച് വരില്ല. അപ്പം ഇറാൻ ഏതാണ്ട് ഒറ്റപ്പെട്ട് കഴിഞ്ഞു. ഇറാനെ ആര് വിചാരിച്ചാൽ സംരക്ഷിക്കാൻ കഴിയില്ല. ഇസ്രായേൽ വിചാരിച്ചാൽ നിമിഷ നേരം കൊണ്ട് ഇറാനെ നശിപ്പിച്ചു കളയാം. പക്ഷേ അവരതിന് പോവില്ല. അവരുടെ ടാർഗറ്റ് അതല്ല. മറിച്ച് ഖൊമൈനി അവിടെ നിന്ന് മാറ്റുകയാണ് അവരുടെ ടാർഗറ്റെങ്കിൽ അവരെ ലക്ഷ്യം നേടിയിരിക്കും. ഖൊമൈനി വേണ്ടാന്ന് വെച്ചാൽ ഖൊമൈനി ജീവിച്ചിരിക്കണമെന്ന് വിചാരിച്ചാൽ ജീവിച്ചിരിക്കില്ല. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. അവിടെ ഒരു കലാപം ഉണ്ടാക്കാൻ ഇസ്രായേൽ വിചാരിച്ചാൽ നിസ്സാരമായി കഴിയും. ലെബനനേക്കാട്ടിൽ അവരുടെ യുദ്ധത്തിനേക്കാൾ അവർ പ്രിഫർ ചെയ്യുന്നത് അവരുമായിട്ട് യുദ്ധമില്ലാത്തൊരു ഇറാനാണ്. സൗഹൃദം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും യുദ്ധമില്ലാത്തൊരു ഇറാനായി. മനസ്സിലായി. അവരെന്തോ കരുതിയിട്ടുണ്ട്. അതെന്താണെന്നുള്ളത് ഒരുപക്ഷെ മൊസാദിന് മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ. വരും ദിവസങ്ങളിൽ കാണാം. പക്ഷേ ഈ ഒരു സംഘർഷം, അതായത് ഇറാനിൽ ഒരു അസ്ഥിരത ഉണ്ടാക്കാനായിട്ട് ഇസ്രായേൽ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ ഒരു യുദ്ധം ഏത് രീതിയിലൊക്കെ മാറും എന്നുള്ളത് നമുക്ക് ഇപ്പോൾ പറയാൻ പറ്റില്ല. പക്ഷേ ഈ സംഘർഷാവസ്ഥ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇന്ത്യയും ഇറാനും തമ്മിൽ നല്ല വ്യാപാര ബന്ധമുള്ള രാജ്യങ്ങളാണ്. ഇന്ത്യക്കാരെ ഇതെങ്ങനെ ദോഷകരമായി ബാധിക്കും? താങ്കൾ നേരത്തെ പറഞ്ഞു ദോഷകരമല്ല, പോസിറ്റീവും സംഭവിക്കാം. ആ പോസിറ്റീവ് ഉണ്ടെങ്കിൽ പോസിറ്റീവ് എന്താണ്, നെഗറ്റീവ് ഉണ്ടെങ്കിൽ നെഗറ്റീവ് എന്താണ്? അതായത് ഇറാൻ്റെ മുന്നിൽ 2 ഓപ്ഷനേ ഉള്ളൂ. ഇന്ത്യയുമായിട്ടുള്ള ഒരു സൗഹൃദം അവസാനിപ്പിക്കുക. ഇന്ത്യ ഇസ്രായേലിലൂടെ അന്ന് പകലുപോലെ വ്യക്തമാണ്. ഇന്ത്യയുമായുള്ള സൗഹൃദം അവസാനിപ്പിക്കുക. ഇന്ത്യയും ഒരു സൗഹൃദം അവസാനിപ്പിച്ചാൽ എന്നും അവരോടൊപ്പം നിന്നില്ല. പേർഷ്യൻ സംസ്കാരവും ഇന്ത്യൻ സംസ്കാരവുമായിട്ട് അവിഭാജ്യമായ ഭാഗം, പേർഷ്യയിൽ നിന്ന് വന്ന ആളുകളായി ആര്യൻ വംശജരെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ വലിയൊരു പാരമ്പര്യം പേർഷ്യയും ഇന്ത്യയുമായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വലിയ പാരമ്പര്യമുള്ള ഒരു ബന്ധം അവിടെ അവസാനിപ്പിക്കുന്നതുകൊണ്ട് അവർക്ക് രാഷ്ട്രീയമായ നേട്ടമൊന്നുമില്ല. 2, ഇന്ത്യ എടുത്തിരിക്കുന്ന തീരുമാനം, നരേന്ദ്രമോദി എടുത്തിരിക്കുന്ന തീരുമാനം ഇന്ത്യക്ക് ഗുണകരമായ തീരുമാനമാണ്. അത് ഇറാനോ ഇസ്രായേലിന് വേണ്ടി അല്ലല്ലോ അവർ തീരുമാനം എടുക്കുന്നത്. ഗവൺമെൻറ് എടുത്തിരിക്കുന്ന തീരുമാനം ഇന്ത്യക്ക് വേണ്ടിയുള്ള തീരുമാനമാണ്. അത് ഇന്ത്യ അങ്ങനെ നിൽക്കട്ടെ. അതായത് ഒരു ചെറിയ ഉദാഹരണം പറയാം. ഉക്രൈൻ
റഷ്യൻ യുദ്ധം വന്നപ്പോൾ നമ്മൾ ഉക്രൈനുമായിട്ട് നല്ല ബന്ധമായിരുന്നു, അമേരിക്കയുമായിട്ട് നല്ല ബന്ധമായിരുന്നു, റഷ്യയുമായിട്ട് നല്ല ബന്ധമാണ്. ആ ബന്ധത്തിൽ തന്നെ നരേന്ദ്രമോദി പോവുള്ളൂ. ഇന്ത്യ കണ്ട ഏറ്റവും തന്ത്രശാലിയായ ഭരണകർത്താവാണ് നരേന്ദ്രമോദി. ഇനി ആരെന്തെല്ലാം പറഞ്ഞാലും ശരി. അപ്പോൾ ഇവിടെ മോദിയെ പിണക്കാൻ, ഇന്ത്യ നല്ല മോദിയെ പിണക്കാൻ ഇറാൻ ഭരണകൂടം പെട്ടെന്ന് തയ്യാറായില്ല. അവരെ തയ്യാറാകില്ല. കാരണം ഇടയ്ക്ക് അവരൊന്ന് പറഞ്ഞു, ഇന്ത്യയിലെ മുസ്ലിങ്ങൾ പീഡിപ്പിക്കപ്പെടുകയാണ്. വളരെ ഷാർപ്പായിരുന്നു നമ്മുടെ മറുപടി. നിങ്ങളുടെ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾ എങ്ങനെയാണെന്ന് ആലോചിച്ച് വേണം മറുപടി പറയാൻ. പിന്നെ കൊമേനി ഒരു അക്ഷരം സംസാരിച്ചില്ല, പറഞ്ഞു വിട്ടിട്ടാണ്. ഈ പൊളിറ്റിക്കൽ ഇൻ്റലിജൻസ് ഇല്ല. ഇവർ ഈ മതപഠനമൊക്കെ കഴിഞ്ഞ് വന്ന ആളുകൾക്ക് ഇതൊന്നും അറിയത്തില്ല. വികാരപരമായിട്ട് ഈ കാര്യങ്ങളെ സമീപിക്കുന്ന മണ്ടന്മാരാണ് അവർ. അപ്പം ഇവിടെ നമുക്കൊരു സ്പേസ് കിട്ടുന്നത് ഇസ്രയേൽ അതിൻ്റെ ഏറ്റവും സങ്കീർണമായൊരു കാലഘട്ടത്തിലൂടെ പോവുകയാണ്. ഐക്യരാഷ്ട്രസഭ ഇസ്രയേലിനെതിരാണ്, മറ്റ് പല രാജ്യങ്ങളും ഇസ്രയേലിനെതിരാണ്. ഇന്ത്യ ഇസ്രയേലിൻ്റെ പിന്നിൽ പാറ പോലെ ഉറച്ചു നിൽക്കുകയാണ്. അതിൻ്റെ കാരണം ഇസ്രയേലിൻ്റെയും ഇന്ത്യയുടെയും പൊതുശത്രു ഒന്നാണ്, ഭീകരന്മാർ, തീവ്രവാദികൾ. അപ്പോൾ തീവ്രവാദികൾ ഇന്ത്യയിലും കാലൂന്നിയിട്ടുണ്ട്. ഈ തീവ്രവാദ രാഷ്ട്രീയത്തെ നശിപ്പിക്കേണ്ടത്, ഇന്ത്യയിൽ നശിപ്പിക്കേണ്ടത് മോദിയുടെ ആവശ്യമാണ്. ഇസ്രായേൽ യുദ്ധം ചെയ്യേണ്ടത് നെതന്യാഹുവിൻ്റെ ആവശ്യമാണ്. ഇപ്പം ലെബനനും അതുപോലെ തന്നെ സിറിയ ആ ഭാഗത്ത് അവരൊരു കടന്നുകയറ്റം നടത്തിയാൽ പാലസ്തീനിലേക്ക് ഇനി അവരുടെ സെറ്റിൽമെൻറ്റ് മുന്നോട്ട് കൊണ്ടുപോകാനാണെങ്കിൽ ഒരു പക്ഷേ ഇസ്രായേലിൽ ജ്യൂസിൻ്റെ എണ്ണം കുറവാണ്. അവർ മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളെ അവിടേക്ക് കുടിയേറ്റത്തിന് പ്രേരിപ്പിച്ചില്ലെങ്കിലും തൊഴിലവസരങ്ങൾക്കായിട്ട് പ്രേരിപ്പിക്കാം. ഇപ്പോൾ തന്നെ ഇസ്രായേലും പിന്നെ പലസ്തീനുമായിട്ട് യുദ്ധം നടക്കുമ്പോൾ പാലസ്തീനിൽ 3 ലക്ഷം 4 ലക്ഷം ആളുകൾ ദിവസവും ഇസ്രായേലിൽ പോയി വരുന്ന ആളുകളായിരുന്നു ഉണ്ടായിരുന്നത്. ഒരുപാട് തൊഴിലവസരങ്ങളുണ്ടായിരുന്നു. മണ്ടത്തരം കാണിച്ചാണ് അവരത്. അപ്പോൾ ഇവിടെ അത്തരം അവസരങ്ങൾ കൂടുതൽ ഇസ്രായേൽ കൊടുക്കാൻ സാധ്യത ഇന്ത്യക്കാണ്. അപ്പോൾ വരുന്ന ഇനിയൊരു പുനർനിർമ്മാണത്തിൻ്റെ കാലം വരും. ഇപ്പോൾ ഒരു ഡിസ്ട്രക്ഷൻ്റെ കാലമാണ്, നശീകരണത്തിൻ്റെ കാലം. ഏത് നശീകരണം കഴിഞ്ഞാലും ഒരു പുനർനിർമ്മാണം വരും. ആ പുനർനിർമ്മാണത്തിൻ്റെ ഘട്ടത്തിൽ ഇന്ത്യക്കാർക്ക് വലിയ പ്രാധാന്യം ഇസ്രായേൽ കൊടുക്കാൻ സാധ്യതയുണ്ട്. ഇന്ത്യയിലെ വ്യവസായികൾക്ക്, ഇന്ത്യയിലെ യുവാക്കൾക്കൊക്കെ കൂടുതൽ ജോലി സാധ്യത ഒരു പക്ഷേ അവിടെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതാണ് ഇന്ത്യക്ക് ഒരു നന്മ വരാനുള്ള സാധ്യത. നെഗറ്റീവ് വശത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നരേന്ദ്രമോദിക്കെതിരായിട്ട് നിൽക്കുന്ന കോൺഗ്രസും ഇടതുപക്ഷവും അദ്ദേഹത്തിൻ്റെ ഒരു ആൻറ്റി മുസ്ലിമായിട്ട് അങ്ങ് ചിത്രീകരിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇസ്രായേലിന് കൊടുക്കുന്ന പിന്തുണ ഇസ്ലാമിനെതിരായിട്ടുള്ള നിലപാടായിട്ട് അവരിവിടെ വ്യാഖ്യാനിക്കും. കൂടുതൽ ശക്തമായിട്ട് ഒരു ആൻറ്റി മുസ്ലിമായിട്ട് മോദിയെ ചിത്രീകരിക്കാനുള്ള സാധ്യതയാണ് ഇവിടെ ഉള്ളത്. അതൊരു പക്ഷേ ഒരു നെഗറ്റീവായിട്ട് വരാം. അത് BJPയെ മാത്രം ബാധിക്കുന്ന കാര്യമാണ്. ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം പേടിക്കേണ്ട ഒരു കാര്യമുണ്ടോ? പശ്ചിമേഷ്യയിൽ വലിയൊരു സംഘർഷം വരികയും അതിന് വലിയ തുറന്ന യുദ്ധമായി പോവുകയും ചെയ്താൽ ക്രൂഡ് ഓയിലിന് വില വർദ്ധിക്കും. വർദ്ധിച്ചു കഴിഞ്ഞു. അല്ല, ഇനിയും കൂടുതൽ വർദ്ധിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്യൂൽ ഇല്ലെങ്കിൽ നമുക്ക് വാഹനം ഓടത്തില്ല. പല കാര്യങ്ങളും നമുക്ക് പിന്നെ മുന്നോട്ട് നീങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യം വരും. അങ്ങനെ ഒരു യുദ്ധം വരികയാണെങ്കിൽ യുദ്ധത്തിലുണ്ടാകുന്ന എല്ലാ രാജ്യങ്ങൾക്കും ഉണ്ടാകുന്ന ഗതികേട് നമുക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. താങ്കൾ നേരത്തെ പറഞ്ഞു ഇറാനുമായിട്ട് നല്ല വ്യാപാര ബന്ധമാണ്, പക്ഷേ ഇറാൻ ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഇന്ത്യയുമായിട്ടുള്ളൊരു ബന്ധം വിടാൻ തയ്യാറല്ല എന്ന് പറയുന്നു. ഇന്ത്യ അതേസമയം ഇസ്രായേലിനോടൊപ്പം പാറ പോലെ ഉറച്ചു നിൽക്കുന്നു. പക്ഷേ വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഇന്ത്യയുമായിട്ട് എണ്ണ വ്യാപാരത്തിൽ ബാർട്ടർ സിസ്റ്റം പിന്തുടർന്നു പോരുന്നൊരു രീതിയാണ്, കച്ചവട രീതിയാണ് ഇറാനും ഇന്ത്യയും തമ്മിലുള്ള. ഇവിടുന്ന് പരുത്തി അങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്യുന്നു, അവിടുന്ന് എണ്ണ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇന്ത്യയുടെ രൂപ അവർ വാങ്ങിക്കൊണ്ട് ഡോളറിന് പകരം രൂപ വാങ്ങിക്കൊണ്ട് നമുക്ക് സാധനം തരുന്നു. ഈ ഒരു സിസ്റ്റം ഭയങ്കരമായ അന്താരാഷ്ട്ര വിപണി മൂല്യമായിട്ടൊക്കെ കൺവേർഷൻ റേറ്റൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായ ലാഭമുള്ളൊരു ട്രേഡാണ് ഇറാനുമായിട്ടുള്ള എണ്ണ കച്ചവടം എന്ന് പറയുന്നത്. സപ്പോസ് ഇന്ത്യ ഇസ്രായേലിനൊപ്പം ഉറച്ചു നിൽക്കുകയും ഇറാനും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം വഷളാവുകയും ചെയ്തു കഴിഞ്ഞാൽ, നാളെ ഈ യുദ്ധമൊക്കെ അവസാനിച്ച് കഴിഞ്ഞാലും എണ്ണ വിലയുടെ പ്രോസ്പെക്റ്റീവ് ചിന്തിക്കുമ്പോൾ ഇന്ത്യക്ക് വലിയ തിരിച്ചടിയാവില്ലേ? അല്ല, എണ്ണ ഇന്ത്യ ഇറാനിൽ നിന്ന് എടുക്കുന്ന പോലെ തന്നെ ഉക്രൈനിൽ നിന്ന് വാങ്ങിക്കുന്നുണ്ട്, സൗദി അറേബ്യയിൽ നിന്ന് വാങ്ങിക്കുന്നുണ്ട്. റീസെൻ്റ് ആയിട്ട് വന്ന മാറ്റമാണ്. അപ്പം എണ്ണ കൊണ്ട് മാത്രം ഇറാൻ ഇന്ത്യ ശ്വാസം മുട്ടിക്കാൻ പറ്റില്ല. മറിച്ച് ഇറാന് ഇന്ത്യയാണ് കൂടുതൽ ആവശ്യം. ഇന്ത്യക്ക് ഇറാനെ എത്രമാത്രം ആവശ്യമാണോ അതിൽ കൂടുതൽ ആവശ്യം ഇറാന് ഇന്ത്യയാണ്. കാരണം എല്ലാ കാര്യത്തിലും അവർക്ക് ഇന്ത്യ ഉണ്ടായാലേ പറ്റുള്ളൂ. കാരണം നമുക്ക് ഏറ്റവും നല്ലൊരു ഉദാഹരണം, ഇന്ത്യക്ക് ഒരു സൽപ്പേരുണ്ട് അന്താരാഷ്ട്ര രംഗത്ത്. ടർക്കിയിൽ ഭൂകമ്പം ഉണ്ടായപ്പോൾ ആദ്യം ഓടിയെത്തിയത് ഇന്ത്യയാണ്. നമ്മുടെ മരുന്ന് കൊണ്ടുപോയി, വസ്ത്രങ്ങൾ കൊണ്ടുപോയി, ആഹാരം കൊണ്ടുപോയി, ആദ്യം ഓടിയെത്തി ഇന്ത്യക്കാരാണ്. നമ്മുടെ ഡോക്ടേഴ്സ് ഇവരൊക്കെ എത്തി. ഉറുദുഖാൻ്റെ നന്ദി ഒരാഴ്ച നിന്ന് 7 ദിവസം. അത് കഴിഞ്ഞപ്പോൾ ഇന്ത്യയെ തള്ളി പറഞ്ഞു. ഉറുദുഖാൻ്റെ നേച്ചർ അതാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഉറുദുഖാനും
ടർക്കിയൊക്കെ ആവുന്ന നോക്കിയല്ലേ ഇന്ത്യക്കെതിരായിട്ട് നിലപാടെടുത്തുകൊണ്ട്. പക്ഷേ സൗദി അറേബ്യയും UAE അടക്കമുള്ള ഇസ്ലാമിക രാജ്യങ്ങൾ എപ്പോഴും ഇന്ത്യയുടെ കൂടെ നിന്നത്. ഇറാൻ എങ്ങനെ നിന്നാലും ശരി സൗദി അറേബ്യ അടക്കമുള്ള അറബ് രാജ്യങ്ങൾ ഇന്ത്യയുടെ കൂടെ നിൽക്കുകയുള്ളൂ. ഈ ശത്രുവിൻ്റെ ശത്രു മിത്രം എന്ന കോൺസെപ്റ്റ് അല്ലേ, അതിനപ്പുറത്തേക്ക് അത് കാണാൻ സാധിക്കും. അല്ല, അതുമാകാം. പിന്നെ ഈ അന്താരാഷ്ട്ര രംഗത്ത് ഈ രാഷ്ട്ര നേതാക്കന്മാർ തമ്മിലുള്ള ബന്ധം, വ്യക്തിബന്ധം വലിയൊരു കാര്യമാണ്. കാരണം നെഹ്റുവിൻ്റെ കാര്യത്തിൽ അബ്ദുൽ ഗമാൽ നാസർ ഈജിപ്തിൽ, ജോൺ എഫ് കെന്നഡി അമേരിക്കയിൽ, നെഹ്റു അവരൊരു വലിയ ഒരു വ്യക്തിബന്ധമുള്ള ആളുകളായിട്ട് മാറി. അത് ഇന്ത്യക്ക് പ്രയോജനം ചെയ്തില്ല, അത് വേറെ കാര്യം. നെഹ്റു ഒരു ലോക നേതാവായിട്ട് മാറാനുള്ള ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോണിലേക്ക് വന്നു. പക്ഷേ 62 ചൈന ആക്രമിച്ചതോടുകൂടി അത് പോയി. പക്ഷേ മോദിയെ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ ബൈഡനുമായിട്ട് മോദിക്ക് നല്ല ബന്ധമാണ്, ട്രംപുമായിട്ട് അതിനേക്കാൾ നല്ല ബന്ധമാണ്. അപ്പം മോദി ബൈഡൻ അധികാരത്തിൽ വന്നപ്പോൾ കമല ഹാരിസ് ഇന്ത്യക്കെതിരായിട്ടൊരു നിലപാടാണ് സ്വീകരിച്ചത്. കമല ഹാരിസ് ഒരു പ്രോ പാകിസ്ഥാൻ നിലപാട് സ്വീകരിച്ച സ്ത്രീയാണ് അവർ. ആ നിലപാട് സ്വീകരിച്ചപ്പോഴാണ് ബൈഡനെ കാണാൻ നരേന്ദ്രമോദി അമേരിക്കയിലേക്ക് പോകുന്നത്. അപ്പോൾ ഇന്ത്യൻ വംശജയായ കമല ഹാരിസ് അവിടെ ഉണ്ട്, വൈസ് പ്രസിഡൻ്റാണ്. അവരെ കാണണമെന്ന് പോലും നരേന്ദ്രമോദി പറഞ്ഞില്ല, ജസ്റ്റ് ഇഗ്നോർ ചെയ്തവരെ. അങ്ങനെ ഒരാളിനെ അവർ മൈൻഡ് ചെയ്തു പോയില്ല. ബൈഡൻ അറിയാം ഇന്ത്യയെ വേണം, അമേരിക്കയ്ക്ക് ഇന്ത്യയെ വേണം, ഇന്ത്യക്ക് അമേരിക്കയും വേണം. അതൊരു മ്യൂച്വൽ ഫ്രണ്ട്ഷിപ്പ്, അത് ഇല്ലാതാക്കാനൊന്നും അവർക്ക് പറ്റില്ല. ഏഷ്യയിൽ അമേരിക്കൻ താല്പര്യങ്ങൾ സംരക്ഷിക്കണമെങ്കിൽ ഇന്ത്യയിൽ പറ്റൂ. ഇത് പറയുമ്പോഴും ഉക്രൈൻ വാറിൻ്റെ കാര്യം താങ്കൾ നേരത്തെ പറഞ്ഞു. ഉക്രൈനും റഷ്യയും തമ്മിൽ 1.5 വർഷത്തിലധികമായിട്ട് നീണ്ടു നിൽക്കുന്ന യുദ്ധം. ആ യുദ്ധത്തിൻ്റെ ആ ഒരു സാഹചര്യത്തിൽ ഇന്ത്യ അതിൻ്റെ ഒരു സാധ്യത പ്രയോജനപ്പെടുത്തി. അതായത് റഷ്യയുമായിട്ട് നേരിട്ട് ഇന്ത്യൻ റുപ്പിയിൽ എന്താ പറയുക കച്ചവട ബന്ധം അവർ സ്ഥാപിച്ചു. അവിടെ നിന്ന് എണ്ണ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുന്നു. ഇവിടെ നിന്ന് ഇന്ത്യൻ റുപ്പി അവർ ഭീമമായിട്ട് ഇന്ത്യൻ റുപ്പിയിൽ കച്ചവടം നടത്താൻ തയ്യാറായി റഷ്യ. പക്ഷേ ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് നമുക്ക് കിട്ടിയത് അമേരിക്കയിൽ നിന്നാണ് തിരിച്ചടി. കാരണം അമേരിക്കയുടെ ഡോളർ വീക്കൻ ആയതോടുകൂടി അമേരിക്ക പലതരത്തിലുള്ള ഇൻഡയറക്റ്റ് ഉപരോധങ്ങൾ, പ്രത്യക്ഷത്തിൽ പറഞ്ഞില്ലെങ്കിലും ഈവൻ അതിൻ്റെ ഏറ്റവും വലിയത് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ വന്നൊരു ഇടിവാണ്. അതായത് നമ്മുടെ ഇവിടെയുള്ള ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലെ ഓഹരികൾ അമേരിക്കൻ കമ്പനികൾ കൂട്ടത്തോടെ കനേഡിയൻ കമ്പനികൾ വിറ്റഴിക്കുകയുണ്ടായി. മാർക്കറ്റിൽ ഭയങ്കരമായൊരു ക്രാഷ് വന്നു. അത്തരത്തിലുള്ള തിരിച്ചടികൾ അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് നമ്മൾ നേരിട്ടു എന്നുള്ളത് അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റാണ്. അപ്പോൾ അത്തരത്തിലുള്ള ദൂഷ്യവശങ്ങൾ ഇനിയും വന്നുകൂടായിക നമുക്ക് തള്ളിക്കളയാൻ സാധിക്കുമോ? അല്ല, അതിൻ്റെ ദൂഷ്യവശങ്ങൾ വന്നുകൊണ്ടിരിക്കുക. അത് അന്വേഷണം പരിശോധിച്ച് നോക്കിയാലേ 79 ഈ കലാപം നടക്കുന്നത്, ഷായ്ക്കെതിരായിട്ടുള്ള കലാപം. 80കളിലേക്ക് വന്നപ്പോഴത്തേക്ക് ഖൊമൈനി വന്നു കഴിഞ്ഞു. ഷായ്ക്കെതിരായി കലാപം നടത്തുമ്പോൾ BBC ആണ് വ്യാജപ്രചരണത്തിന് തുടക്കം കുറിച്ചത്. അമേരിക്കയിലെ പത്രങ്ങൾ വ്യാജപ്രചരണത്തിന് തുടക്കം കുറിച്ചു. അതായത് ഷാ ജനകീയനല്ലെന്നും ഇസ്ലാമിക നിയമത്തിനെതിരായിട്ട് നിൽക്കുന്ന ആളാണെന്നും പ്രചരണം കൊടുത്തത് ഇറാനിൽ നിന്നല്ല വന്നത്, അമേരിക്കയിൽ നിന്നൊന്ന്. 2024 തെരഞ്ഞെടുപ്പിന് മുമ്പ് BBC നമുക്കെതിരായിരുന്നു. അതാ BBC അടച്ചുപൂട്ടണം എന്ന് പറഞ്ഞൊരു കാര്യം അതാണ്. മോദിക്കെതിരായിരുന്നു BBC, ഷായ്ക്കെതിരായിട്ട് നിന്ന പോലെ തന്നെ മോദിക്കെതിരായി. അതുപോലെ തന്നെ ജോർജ് സോറസ് കോടികൾ മുടക്കി ഇവിടുത്തെ പ്രതിപക്ഷ കക്ഷികളെ വിലയ്ക്ക് വാങ്ങിച്ചു. ജോർജ് സോറസ് രാഹുൽ ഗാന്ധി അമേരിക്കയിലും ഇംഗ്ലണ്ടിൽ പോയി ഇന്ത്യക്കെതിരെ പ്രസംഗിച്ചു. കൃപാണുമായിട്ട് സിഖുകാർക്ക് നടക്കാൻ പറ്റില്ല എന്ന് ഈ മനുഷ്യൻ പറഞ്ഞു. ഞാൻ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഏറ്റവും അവജ്ഞയോടെ കാണുന്ന ഒരു നേതാവ്, എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട് നേതാക്കന്മാരുമായിട്ട് രാഷ്ട്രീയമായി, അവരുടെ നിലപാടുകളോട് എനിക്ക് വിയോജിക്കാം. അവജ്ഞയോടെ കാണുന്ന ഒരൊറ്റ നേതാവേ ഉള്ളൂ, അത് രാഹുൽ ഗാന്ധിയാണ്. വേറെ ഒരു ഇന്ത്യൻ നേതാവിനോട് എനിക്ക് അവജ്ഞ. ഇന്ത്യക്ക് പുറത്ത് പോയി ഇന്ത്യക്കെതിരെ സംസാരിക്കുന്ന ഈ മനുഷ്യൻ ഇന്ത്യക്ക് ഒരു ലയബിലിറ്റിയാണ്. കോൺഗ്രസിനെ കുറിച്ച് എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല. കോൺഗ്രസ് വേണം, ശക്തമായൊരു പ്രതിപക്ഷം എന്നുള്ള നിലയിൽ കോൺഗ്രസ് വേണം, അത് വേണം. അതിന് ഇന്ത്യൻ ജനാധിപത്യത്തിന് ഒരു ചാരുത കൊടുത്തത്, സൗന്ദര്യം കൊടുത്ത കോൺഗ്രസ് അല്ലേ. പക്ഷേ രാജ്യത്തിൻ്റെ താല്പര്യങ്ങളെ തള്ളിപ്പറയുന്ന അപകടകാരിയായ രാഹുൽ ഗാന്ധിയെ അമേരിക്കയും സോറസ് ഉപയോഗിക്കുകയായിരുന്നു. എവിടെ? പഹലവി ഷായ്ക്കെതിരെ അവിടുത്തെ ഇറാനിലെ ആളുകളെ ഉപയോഗിച്ച് അതേ സ്ട്രാറ്റജിയാണ് 24 അമേരിക്ക ഇവിടെ കളിച്ചത്. പക്ഷേ അതിനെ അതിജീവിക്കാൻ നരേന്ദ്രമോദിക്ക് കഴിഞ്ഞു. ഈ യുദ്ധത്തിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് ഇന്ത്യക്ക് ഒരുപക്ഷെ ഗുണകരമായി മാറിയേക്കാം എന്നുള്ള സാധ്യതകൾ താങ്കൾ പറയുന്നു. അതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമാണ് അമേരിക്കയിൽ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ നടക്കാൻ പോവുകയാണ് 2024. അതും ഇതുമായിട്ട് ചേർത്ത് വായിക്കുമ്പോൾ ഇന്ത്യക്ക് എത്രത്തോളം ഗുണകരമായി കാര്യങ്ങൾ വന്നു ഭവിക്കാം? അമേരിക്കയിലെ തിരഞ്ഞെടുപ്പിലെ ഇപ്പോൾ കമല ഹാരിസ് തിരഞ്ഞെടുക്കപ്പെട്ടാലും ട്രംപ് തിരഞ്ഞെടുക്കപ്പെട്ടാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ ദോഷമൊന്നും ചെയ്യത്തില്ലെങ്കിലും ട്രംപും നരേന്ദ്രമോദിയും തമ്മിലുള്ള വ്യക്തിബന്ധം അനുസരിച്ച് ഇന്ത്യക്ക് കൂടുതൽ ഗുണകരമാകുന്നത് ട്രംപിൻ്റെ തിരഞ്ഞെടുപ്പാകാനാണ് സാധ്യത. തിരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രയേൽ ഉടനെ ഒരു ഭരണമാറ്റത്തിനുള്ള സാധ്യതകളൊന്നുമില്ല. അത് നെതന്യാഹു തന്നെ അവിടെ തുടരുകയാണ്, യുദ്ധവും അങ്ങനെ തുടരുകയാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ അവസാനം ഇസ്രയേൽ എടുത്തിരിക്കുന്ന ഒരു തീരുമാനം, അവരെ ഇന്ത്യക്കാരെ ആവശ്യമുണ്ട്, പക്ഷേ കേരളീയരെ ആവശ്യമില്ല എന്നുള്ളതാണ്. അത് നമുക്ക് കേരളത്തിന് ഗുണം ചെയ്യില്ല. കാരണം കേരളീയർ ഒരുപാട് പേര് ഇസ്രായേൽ ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. നമ്മുടെ ആളുകളാരും ഹമാസ് ജോലി കൊടുത്തായിട്ട് എനിക്ക് അറിഞ്ഞൂടാ. ഇവിടെ സിറിയയിൽ ആടുമേക്കാൻ പോയ ആളുകൾക്കപ്പുറം എന്തെങ്കിലും ഒരു ഗുണം ഹമാസിനെ കൊണ്ടോ ISIയെ കൊണ്ടോ ദോഷമല്ലാതെ ഇന്ത്യക്ക് ഉണ്ടായിട്ടില്ല. പക്ഷേ നിർഭാഗ്യവശാൽ കേരളത്തിലെ ഹമാസ് സ്വാതന്ത്ര്യ സമര സേനാനികളാണെന്ന് പറയുന്ന രാഷ്ട്രീയക്കാർ
ഹമാസിലെ കൊല്ലപ്പെടുന്ന ഭീകരന്മാരിലെ രക്തപുഷ്പമായിട്ട് അവരെ കാണുന്ന ആളുകൾ, ഇതൊക്കെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പൊതു താല്പര്യത്തിന് വിരുദ്ധമാണ്. ഇതൊരു പ്രാകൃതമായ രീതിയാണ്. അത് കൊണ്ട് അർത്ഥമില്ലാത്ത കാര്യമാണ്. അപ്പോൾ അവർ കൂടുതൽ ആളുകളെ ഇസ്രായേലിന് ആവശ്യമായി വന്നാൽ, കൂടുതൽ മനുഷ്യ വിഭവശേഷി അവർക്ക് ആവശ്യമായി വരികയാണെങ്കിൽ ഇന്ത്യയിൽ നിന്ന് ആളുകളെ എടുക്കുകയും കേരളത്തിലെ ആളുകൾ ഒഴിവാക്കപ്പെടുകയും ചെയ്താൽ അത് നിർഭാഗ്യകരമായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം. അതായത് ഈ യുദ്ധം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ അത് ഇന്ത്യക്ക് നേട്ടമാണ്, കേരളത്തിന് തിരിച്ചടിയാണ്. അങ്ങനെയാണോ? കേരളത്തിന് ഗുണമില്ല. കേരളത്തിന് തിരിച്ചടി എന്ന് പറഞ്ഞാൽ കേരളത്തിന് അതുകൊണ്ടൊരു പ്രയോജനം ഉണ്ടാവില്ല. മനസ്സിലായി. പക്ഷേ താങ്കൾ ഈ ഹമാസിൻ്റെ കാര്യം പറയുമ്പോൾ കേരള പ്രോസ്പെക്റ്റിൽ ഒന്ന് ചിന്തിക്കുമ്പോൾ ചില കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. ആദ്യകാലത്തൊക്കെ ഹമാസിനെ, അതായത് ഒരു 10 നൂറ്റാണ്ട് മുൻപ് വരെ ഹമാസിനെ തീവ്രവാദികളെന്നോ അല്ലെങ്കിൽ ദേശവിരുദ്ധരെന്നോ അത്തരം വിഘടനവാദികളെന്നൊക്കെ വിശേഷിപ്പിച്ചിരുന്ന മാധ്യമങ്ങളെല്ലാം, എസ്പെഷ്യലി മലയാളം മീഡിയാസ് എല്ലാം ഇപ്പോൾ ലൈൻ ഒന്ന് മാറ്റിയിട്ടുണ്ട്. അതായത് മാധ്യമം പോലെയുള്ള പത്രങ്ങളായിരുന്നു ഹമാസിനെ പോരാളി എന്ന് വിശേഷിച്ചിരുന്നത്. അതിന് മാധ്യമം ഒരുപാട് വിമർശനങ്ങളും കേട്ടിട്ടുണ്ട്. പക്ഷേ ക്രമേണ നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ പോലും ഹമാസ് ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ഹൂത്തികൾ അല്ലെങ്കിൽ ഹിസ്ബുള്ള ഇത്തരം സംഘടനകളെല്ലാം പോരാളി പരിവേഷം അല്ലെങ്കിൽ പോരാളി എന്ന വിശേഷണത്തിലേക്ക് തന്നെ വരുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ കേരള സമൂഹത്തിൻ്റെ ചിന്താഗതി എങ്ങോട്ട് സഞ്ചരിക്കുന്നു ആ രീതിയിലോട്ട്, അതായത് ദീപസ്തംഭം മഹാശര്യം നമുക്കും കിട്ടണം സർക്കുലേഷൻ എന്ന കോൺസെപ്റ്റിൽ മാധ്യമങ്ങൾ മാറുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. താങ്കൾക്ക് എന്താണ് പറയാൻ? മാധ്യമങ്ങൾ ഇടയ്ക്ക് നമ്മുടെ ഇസ്രായേലിൽ ഒരു സ്ത്രീ കൊല്ലപ്പെട്ടു. അന്ന് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്താണ് ഭീകരന്മാരുടെ ആക്രമണത്തിൽ ഒരു മലയാളി വനിതാ സ്ത്രീ കൊല്ലപ്പെട്ടു എന്ന് കഷ്ടകാലത്തിന് ഉമ്മൻചാണ്ടി പറഞ്ഞു. അദ്ദേഹത്തിന് എത്രമാത്രം ഫേസ്ബുക്ക് പോസ്റ്റ് അദ്ദേഹത്തിന് പിൻവലിക്കേണ്ടി വന്നു. അതായത് അവിടുന്ന് അയച്ച ഒരു സമാധാനപ്രേമികളായ ഒരു പറ്റം തീവ്രവാദികൾ അവരയച്ച മിസൈൽ വീണ് ഒരു പെറ്റി ബൂർഷോ മരിച്ചുപോയി. ഇതാണ് അവരുടെ ഒരു കാഴ്ചപ്പാട്. ഇതൊന്നും കേരളത്തിൽ നടക്കാൻ പോകുന്നില്ല. കാരണം കേരളത്തിലെ രാഷ്ട്രീയം കൃത്യമായി അന്വേഷിച്ച് നോക്കിയാൽ നമുക്ക് 2-3 സ്റ്റെപ്സ് നമ്മൾ നോക്കണം. സദ്ദാം ഹുസൈൻ്റെ കാലഘട്ടത്തിലെ കേരളീയർ സദ്ദാം ഹുസൈൻ്റെ കൂടെ ആയിരുന്നു. പൊതു കേരളീയ സമൂഹം ഹമാസിനോ ISIക്കോ ഒപ്പം ഇല്ല. ഇപ്പോൾ കേരളത്തിൽ നിന്ന് പിന്നെ ആട് മേയ്ക്കാൻ പോകുന്ന ആളുകളോട് ഒരു സിമ്പതിയും കേരളത്തിലെ ജനങ്ങൾക്കില്ല. തിരുവനന്തപുരത്തുകാരി ഒരു സ്ത്രീയുടെ മകൾ അവിടെ പോയിട്ട് തിരിച്ചു വരണമെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ കയറ്റാൻ പറ്റില്ല എന്നാണ് പൊതുസമൂഹം നിന്നത്. അപ്പോൾ ഇവിടെ ഉള്ളൊരു പ്രശ്നം, വലിയൊരു ടേണിംഗ് പോയിൻ്റ് ഇവിടെ ഉണ്ടായത് ആലപ്പുഴയിൽ SDPIയുടെ ഒരു പ്രകടനം നടന്നു. അരിയും മലരും കരുതിക്കൂ, കുന്തിരിക്കം കരുതിക്കൂ. അതൊരു മുന്നറിയിപ്പായിരുന്നു. അവിടെ കാസ ശക്തമായി, RSS ശക്തമായി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വളർച്ച RSS നേടിയ സംസ്ഥാനം കേരളമാണ്. അപ്പോൾ ഇവിടെ ജീവിക്കണമെങ്കിൽ ഈ ഭീകരപ്രവർത്തനങ്ങളെ, ഭീകരന്മാരെ നേരിടണമെങ്കിൽ നമുക്കൊരു സപ്പോർട്ട് വേണം. അത് ഹിന്ദുക്കൾക്ക് ജീവിക്കണമെങ്കിലും ക്രിസ്ത്യാനിക്ക് ജീവിക്കണമെങ്കിലും RSS വേണം എന്നുള്ള ഒരു സ്ഥിതിയിലേക്ക് മാറുകയും വീണ്ടും ഒരു കലാപം ഇവിടെ ഉണ്ടാകുകയാണെങ്കിൽ കൊല്ലാൻ വരുന്നവനെ തിരിച്ചു കൊല്ലത്തക്ക വിധത്തിൽ നമ്മൾ എക്വിപ്ഡ് ആകണമെന്ന് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും കരുതുകയും അവരെ ഒരു ആൻറ്റി ടെററിസ്റ്റ്, ആൻറ്റി പൊളിറ്റിക്കൽ ഇസ്ലാം എന്നുള്ള നിലപാടിലേക്ക് അവർ മാറുകയും ചെയ്തു. ശരിക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടിവേരിളകാൻ തുടങ്ങുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഹിന്ദു വോട്ടുകൾ നഷ്ടപ്പെട്ടു. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമായിരുന്നു ആലപ്പുഴ. 3 ലക്ഷം വോട്ടാണ് ആലപ്പുഴ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തട്ടകത്തിൽ ശോഭാ സുരേന്ദ്രൻ പിടിച്ചത് എന്ന് മറക്കരുത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇന്ന് ഹിന്ദു വോട്ടുമില്ല, ഇടതുപക്ഷ അതായത് ഇസ്ലാമിക് വോട്ടുകളും ഇല്ലാത്ത വിധത്തിൽ വല്ലാത്തൊരു അന്തരാള ഘട്ടത്തിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നോക്കും. അതായത് ഈ ഹമാസ് ഫാക്ടർ കേരളത്തിൽ കൃത്യമായ ഒരു രാഷ്ട്രീയ വിഭജനം, ചേരിതിരിവ് ഉണ്ടാക്കിയിരിക്കുന്നു. സംശയിക്കേണ്ട കാര്യമില്ല. ഹമാസ് വലിയ വിഭജനമാണ്. അതാണ് പറഞ്ഞത്, ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ഹമാസിനെതിരാണ്. താങ്കൾ നേരത്തെ പറഞ്ഞ ഇസ്രായേലിൽ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട നേഴ്സ്, മലയാളി യുവതി, അവരെ പോലും വ്യക്തിഹത്യ നടത്തുന്ന തരത്തിൽ ഫേസ്ബുക്ക് സൈബർ ആക്രമണം ഉണ്ടായി. കാരണം അവർ ഇസ്രായേൽ പണിയെടുക്കാൻ പോയത് മറ്റ് ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ള തരത്തിൽ പോലും ആ മൃതദേഹത്തിനോട് പോലും അനാദരവ് കാണിച്ചുകൊണ്ട് ചില ഫേസ്ബുക്ക് പോസ്റ്റുകൾ വളരെ വേദന ഉണ്ടാക്കിയത് കണ്ടപ്പോൾ. ആര് പറഞ്ഞാലും മൃതദേഹത്തോട് സാമാന്യ മര്യാദ കാണിക്കണമല്ലോ. അതുപോലും ഉണ്ടാകാത്തൊരു സാഹചര്യം കേരളത്തിൽ ഉണ്ടായെങ്കിൽ കൃത്യമായ രാഷ്ട്രീയ വേർതിരിവ് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ്. അല്ല, അതിന് അന്വേഷിച്ച് സംശയിക്കേണ്ടതല്ല. കേരള സമൂഹം ധ്രുവീകരിക്കപ്പെട്ട് കഴിഞ്ഞു, വർഗീയമായി ധ്രുവീകരിക്കപ്പെട്ട് കഴിഞ്ഞു. വർഗീയമായി ധ്രുവീകരിക്കപ്പെട്ട കേരള സമൂഹത്തിൽ ഒരു മതേതരത്വത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ മതേതരത്വത്തിൻ്റെ പേരിൽ ഈ ഭീകരവാദത്തെ ന്യായീകരിക്കാൻ കഴിയില്ല. അത് കേരളീയർ അംഗീകരിക്കില്ല. ആ ഒരു പോളിസിയുടെ കാലം അവസാനിച്ചിരിക്കുന്നു. ആ കള്ളക്കളി ഇനിയും കേരളത്തിൽ നടക്കാൻ പോകുന്നില്ല. മനസ്സിലായി. ഏതായാലും യുദ്ധം ഒരിക്കലും ഒന്നിനും പരിഹാരമല്ല. യുദ്ധം അവസാനിക്കട്ടെ, സമാധാനം പുലരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നന്ദി.